സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കാനും പ്രധാനമന്ത്രിക്ക് സൗകര്യമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് വന്ന് പങ്കെടുക്കാനും അത് ഗുരുവായൂർ വെച്ച് നടത്താനും സുരേഷ് ഗോപിക്ക് താല്പര്യമുള്ളതുപോലെ സുരേഷ് ഗോപിക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു പള്ളിയിൽ പോയി മാതാവിന് ഒരു കിരീടം സമർപ്പിക്കാനും ഒക്കെ, പ്രത്യേകിച്ച് ഒരു വിവാഹമൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള നേർച്ചകളൊക്കെ നേരുക. ഇന്ന അമ്പലത്തിൽ വിവാഹത്തിന് മുമ്പ് ഇന്ന അമ്പലത്തിൽ പോയി എന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോയി നിങ്ങൾ മെഴുകുതിരി കത്തിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ മതപരമായ പല കാര്യങ്ങളും പറയും. അങ്ങനെ പറയുന്നത് വളരെ സ്വാഭാവികമല്ലേ? ഇത് സുരേഷ് ഗോപിയുടെ കേസിൽ ഇതിനെ ഇങ്ങനെ അങ്ങ് ആക്ഷേപിക്കേണ്ടതുണ്ടോ എന്നുള്ള മറു ചോദ്യവും ഉയരുന്നുണ്ട്. ബിനോയുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം ഇത് വളരെ നിഷ്കളങ്കമായി ഈ ലോകം ചുറ്റുപാടും മൊത്തം നിഷ്കളങ്കരും, സുരേഷ് ഗോപിയും ഞാനും ടിറ്റോയും നമ്മൾ ഈ പറയുന്നവരും കേൾക്കുന്നവരും പ്രധാനമന്ത്രിയും എല്ലാവരും തീർത്തും നിഷ്കളങ്കരും, ദൈവതുല്യമായ നല്ല മനസ്സുള്ള ആൾക്കാരും ഇതിലൊന്നും പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ലാത്തവരും ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അതേസമയം ഇത് പൊളിറ്റിക്സ് ആണ്. ഇത് പൊളിറ്റിക്സ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പൊളിറ്റിക്സിൽ എടുക്കുന്ന ഏത് മൂവ്മെന്റും പൊളിറ്റിക്കലി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നോക്കുന്നവരുമാണ് ഇവരൊക്കെ തന്നെയും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സുരേഷ് ഗോപി ചാരിറ്റി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചാരിറ്റി ആർക്കും ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്. അതേസമയം സുരേഷ് ഗോപി ചെയ്യുന്ന ചാരിറ്റി എല്ലാം അതത് സമയങ്ങളിൽ തത്സമയം ജനങ്ങൾ അറിയുന്നു. അപ്പൊ പറയുന്ന അദ്ദേഹത്തിന് അത് അറിയണമെന്ന് താല്പര്യമില്ലെങ്കിലോ, താല്പര്യമില്ലെങ്കിൽ രഹസ്യമാക്കി വെക്കാം. അല്ല, പലതും അറിയണമെന്ന് താല്പര്യമില്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, യൂസഫ് അലി ചെയ്യുന്ന ചാരിറ്റികൾ എല്ലാവരും നാട്ടുകാരെല്ലാവരും അറിയുന്നു. യൂസഫ് അലി അല്ല, ഞാൻ പറയട്ടെ, യൂസഫ് അലി ചെയ്യുന്ന അല്ലെങ്കിൽ അല്ല, പെട്ടെന്ന് ഞാൻ എടുത്തു പറഞ്ഞതാണ്. യൂസഫ് അലി യൂസഫ് അലി മാത്രമല്ല, അങ്ങനെ മറ്റു പലരും ചെയ്യുന്ന. ബോബി ചെമ്മണ്ണൂർ ചെയ്താൽ അറിയും. ബോബി ചെമ്മണ്ണൂർ ഇവിടെ പണ്ട് തിരുവനന്തപുരത്ത് ഒരു തീ കൊളുത്തി മരിച്ച ഒരു അച്ഛൻ്റെ അമ്മയുടെ മക്കൾക്ക് ഇങ്ങനെ ഈ സ്ഥലം മേടിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് അന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ആളുകൾ അറിയും. നല്ല കാര്യമാണ്, അറിഞ്ഞോട്ടെ. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ അത് അറിയണ്ട എന്ന് അവർ തീരുമാനിച്ചാൽ അറിയില്ല. അതാണ് അതിനകത്തൊരു കാര്യം. ലോട്ടറി, അതായത് 5 കോടി 25 കോടിയുടെ ലോട്ടറി അടിച്ച ആളിനെ നിങ്ങൾക്ക് അറിയാമോ ടിറ്റോ? അതറിയണ്ട എന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സീക്രസി കീപ്പ് ചെയ്യാൻ എങ്കിലും ഞാൻ പറഞ്ഞു തരത്തില്ല. പിന്നെ അത് കീപ്പ് ചെയ്യാൻ, ആ സീക്രസി കീപ്പ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം അയാൾ ആ സീക്രസി കീപ്പ് ചെയ്യാനാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ അത് ആ സീക്രസി കീപ്പ് ചെയ്യാൻ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അറിയാത്തത്, അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനിയുണ്ട്. അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചു, എവിടെയോ വിദേശ രാജ്യത്ത് എവിടെയോ ആണെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ വന്ന് വലിയ എത്രയോ കോടി രൂപ എന്തോ കാര്യത്തിന് കൊടുത്തിട്ട് പോയി. കൃത്യമായിട്ട് ഞാനത് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം അടുത്തിടയ്ക്ക് ഉണ്ടായി. അതായത് പേര് വെളിപ്പെടുത്തൽ ആരും അറിയേണ്ടതില്ല എന്നാഗ്രഹിച്ചാൽ ആരും അറിയുക ഇല്ല തന്നെ. അതാണ് എൻ്റെ ഒരു കാര്യം. അറിയണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളിടത്താണ് അത് അറിയുന്നത്. നോക്കൂ, സുരേഷ് ഗോപി മാതാവിൻ്റെ കിരീടം വെക്കുന്ന സമയത്ത് മറ്റാർക്കും പ്രവേശനമില്ല, ഇത് വളരെ സ്വകാര്യമായൊരു ചടങ്ങാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ക്യാമറയായിട്ട് അവിടെ പോവോ? ഇല്ല. അത് അനുവദിക്കുന്നത് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അത് അനുവദിക്കുന്നത് എന്താണ്? ഇതെല്ലാവരും കാണാൻ വേണ്ടി തന്നെയാണ്. എന്നിട്ട് അതിൽ വലിയ നിഷ്കളങ്കത അഭിനയിക്കാതിരിക്കുക. കാര്യം ഇത് പൊളിറ്റിക്സ് ആണ്. നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ ഇത് കാണുന്നു എന്നുള്ളതാണ്. കാണാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് പറയാം. അതേസമയം ചാരിറ്റി ചെയ്യുന്നു, നല്ല കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.